ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഈ തിരുവേഗപ്പുറ എന്ന് പറഞ്ഞ ആ ഒരു, ഞാൻ ഇവിടുത്തേനല്ല, അതുകൊണ്ട് എല്ലാ സ്ഥലവും അറിയില്ല. പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് 3 സൂയിസൈഡ് റെയിൽവേയിൽ നടന്നു. 3 സൂയിസൈഡും ആ ഭാഗത്തു നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്കാരെ ബോധവൽക്കരണം ചെയ്യുക, അതിനുള്ള വെൽഫെയർ ആളുകളുണ്ട്, അവർ മുഖേന ചെയ്യാവുന്നതാണ്. ഇതുകൂടാണ്ട് സ്റ്റോൺ ബിൽഡിങ്, സ്റ്റോൺ പ്ലേസിംഗ്, റെയിൽവേ ട്രാക്കിൽ കല്ല് വയ്ക്കുന്നുണ്ട് കുട്ടികൾ. അത് ഞങ്ങൾ സ്കൂളിൽ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് നിങ്ങളെ ലോക്കൽ എല്ലാവരെയും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആരാണ് ചെയ്തത്, കുട്ടികൾ റെയിൽവേ ട്രാക്കിന്റെ അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉപദേശിക്കാനും, ആരാണ് സ്ഥിരമായിട്ട് വന്ന് ശല്യം ചെയ്യുന്നതെന്ന് കാണുകയാണെങ്കിൽ അവരെ ഒന്ന് ബോധവൽക്കരണം ചെയ്യാൻ ഞങ്ങളെക്കാളും നിങ്ങൾക്ക് സാധിക്കും. വന്ദേ ഭാരതത്തിന്റെ ഒക്കെ ചില്ല് പൊട്ടിയ ഭയങ്കര എമൗണ്ട് ആണ്. പണ്ടത്തെ കാലങ്ങളിലെ കുട്ടികളെന്ന് പറഞ്ഞ അവരെ കുറ്റമായിട്ട് അത് കണക്കാക്കില്ല. പക്ഷെ ഇപ്പോ പുതിയ BNS പ്രകാരം അത് കുറ്റമായിട്ട് കണക്കാക്കും, ശിക്ഷയുണ്ട്. അത് അവരുടെ ഭാവിയെ ബാധിക്കും. അതുപോലെ മറ്റുള്ള ട്രെയിനിന്റെ മൂവ്മെന്റിനെ ഇത് ബാധിക്കുന്ന കല്ല് വെക്കുന്നതുകൊണ്ട് ഒരു ട്രെയിൻ ലേറ്റ് ആയാൽ നിങ്ങൾക്കറിയാം, പലരും ഇന്റർവ്യൂ, അതുപോലെ ഓഫീസിൽ പോകാനുള്ളവർ പലരും ഒരു വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ പുറകിലുള്ള ഒരു ചെയിൻ സിസ്റ്റം എല്ലാം നിൽക്കുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങളുടെ സഹകരണം വളരെ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരെയും ഞങ്ങളുടെ സ്റ്റാഫിനെ ഓരോ ബീറ്റ് ഏരിയ, ഓരോ ഇത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയീസ്, അതുപോലെ നിയർ ബൈ റെസിഡൻസ് ഉള്ളവരൊക്കെ നമ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹയർ അതോറിറ്റിനെ അറിയിക്കുകയും ഞങ്ങളവിടെ റീച്ച് ആവുകയും ചെയ്യാൻ സാധിക്കും. ചിലര് റൺ ഓവർ ആയിട്ടുണ്ടെങ്കിൽ റെയിൽവേ നിയമപ്രകാരം ഒരു ബോഡിയുടെ മുകളിൽ കൂടി എഞ്ചിൻ ഓടിച്ചോണ്ട് പോകാൻ പാടില്ല. അപ്പൊ അതിന് അടുത്ത ട്രെയിൻ അവിടെ കൊണ്ട് നിർത്തിയിടും. അപ്പൊ അത് പുറകോട്ടുള്ള എല്ലാ ട്രെയിനിനെയും ബാധിക്കും. ആ ബോഡി അവിടെ റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് അത് അടുത്ത ട്രെയിനിന് മൂവ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നിയമം. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ട്രെയിനിന്റെ ഡിറ്റൻഷൻ മാത്രമല്ല, ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒത്തിരി ഈ ഭാഗത്താണ്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഇതിൽ സഹകരിച്ച് ഇതുപോലെയുള്ള അവയർനെസ് നടക്കുക, അല്ലെങ്കിൽ ഇതിലൊരു പഞ്ചായത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിന്ന് അവതരിപ്പിച്ച് അത് അവർ ബോധവൽക്കരണം കൊടുക്കുന്ന ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു എല്ലാവരും നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു. ഇത് താമസിക്കുന്നില്ല. താങ്ക് യു. സ്റ്റേഡിയത്തിലെ ആവേശം വീട്ടിലെത്തിക്കൂ. നിങ്ങളുടെ TV അപ്ഗ്രേഡ് ചെയ്യൂ. ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ ടിവികൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇപ്പോൾ ഓക്സിജനിൽ നിന്നും സ്വന്തമാക്കാം. ഓക്സിജൻ മൺസൂൺ മിന്നൽ സെയിൽ. Oxygen, the digital expert.